കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനിയുടെ മകൻ മോജ്തബ ഖമനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചു. മോജ്തബയുടെ നിയമനത്തിൽ താൻ അതൃപ്തനാണെന്നും അമേരിക്കയുടെ അംഗീകാരമില്ലാതെ ഇറാന്റെ അടുത്ത നേതാവ് അധികകാലം വാഴില്ലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സൗദി അറേബ്യയിലെ ജനവാസ മേഖലകളിൽ ഷെല്ലാക്രമണം ഉണ്ടായതിനെ തുടർന്ന് അവിടെയുള്ള എംബസി ജീവനക്കാരോട് രാജ്യം വിടാൻ US നിർദ്ദേശിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മൂലം ആഗോള ഓഹരി വിപണികളിൽ വലിയ ഇടിവുണ്ടായി. ഇന്ത്യൻ വിപണിയിൽ സെൻസെക്സ് 2400 പോയിന്റിലധികം തകർന്നു. രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയായ 92.28 എത്തി. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തടസ്സപ്പെട്ട ദുബായ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചു. യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെടാൻ നിർദ്ദേശമുണ്ട്. പോപ്പ് ഗായിക റിഹാനയുടെ ബെവർലി ഹിൽസിലെ വീടിന് നേരെ അജ്ഞാതയായ യുവതി വെടിവെപ്പ് നടത്തി. സംഭവ സമയത്ത് റിഹാന വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ T20 ലോകകപ്പ് കിരീടം നേടി. അഹമ്മദാബാദിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ മൂന്നാം തവണയും T20 ലോകകപ്പ് കിരീടം ചൂടി. തുടർച്ചയായ 3 മത്സരങ്ങളിൽ 80-ലധികം റൺസ് നേടിയ മലയാളി താരം സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിൽ 4 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നതോടെ രാജ്യത്ത് പാചകവാതക വില വർദ്ധിപ്പിച്ചു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചു. 10 ഗ്രാം സ്വർണത്തിന് 1.63 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് നിലവിലെ വില. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇത് സഭ തുടർച്ചയായി തടസ്സപ്പെടാൻ കാരണമായി. പശ്ചിമേഷ്യയിലെ സാഹചര്യം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാർലമെന്റിൽ വിശദീകരിച്ചു. ഗൾഫിലുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് അദ്ദേഹം അറിയിച്ചു. വ്യോമപാതകൾ അടച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പോയ ഇൻഡിഗോ വിമാനം 7 മണിക്കൂറിന് ശേഷം തിരികെ ഡൽഹിയിലിറക്കി. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് വാളകത്തെ കുടുംബ വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ മോശമായ സാഹചര്യത്തിൽ താൻ കണ്ടുപിടിച്ചതായി ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഈ ദൃശ്യങ്ങൾ താൻ മൊബൈലിൽ പകർത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. മുൻ DGP R. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം അവർ 112ലേക്ക് വിളിച്ച് പോലീസ് സഹായം തേടി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും UDFും നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണമാണിതെന്ന് മന്ത്രി പത്തനാപുരത്ത് വെളിപ്പെടുത്തി. തനിക്ക് 1 അല്ല 5000 പ്രണയങ്ങളുണ്ടെന്നും തന്റെ സ്വകാര്യ ജീവിതം വോട്ടർമാരെ ബാധിക്കില്ലെന്നും പത്തനാപുരത്തെ ജനങ്ങൾക്ക് തന്നെ നന്നായി അറിയാമെന്നും അദ്ദേഹം പറയുന്നു. തന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ ശ്രീലേഖയ്ക്ക് അധികാരമില്ലെന്നും അവർക്ക് തിരുവനന്തപുരം മേയർ സ്ഥാനം കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി. KSU നേതാവ് യദു കൃഷ്ണൻ മന്ത്രിക്കും സ്റ്റാഫിനുമെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്.